നമസ്കാരം. ബഹാവുദ്ദീൻ നദ്വിയുടെ പരാമർശത്തെ തള്ളി സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം. ജനപ്രതിനിധികൾക്ക് വൈഫ് ഇൻചാർജുമാർ ഉണ്ട് എന്ന അഭിപ്രായം തനിക്കോ സമസ്തയ്ക്കോ ഇല്ലെന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞു. മറ്റുള്ളവരെക്കുറിച്ചുള്ള ആരോപണം വസ്തുതാപരമായിരിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മന്ത്രിമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും അവിഹിത ഭാര്യമാരുണ്ട് എന്നായിരുന്നു ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ പരാമർശം. സമസ്ത മുഷാവറ അംഗം എന്നത് ഉത്തരവാദിത്തപ്പെട്ട പദവിയാണ്. അദ്ദേഹം എന്തുദ്ദേശത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ല. മുസ്ലിം ലീഗിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകൾ വരെ ഈ പരാമർശം കൊണ്ട് സംശയത്തിലാകുകയാണെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. EMSൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ സംഭവത്തിൻ്റെ ചരിത്രം തനിക്കറിയില്ല. ബഹുഭാര്യത്വം അനിവാര്യ ഘട്ടങ്ങളിൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് തന്നെ കർശന നിബന്ധനകളുണ്ട്. എന്നാൽ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ പലരും ഉപയോഗിക്കുന്ന സംഗതിയാണ് ബഹുഭാര്യത്വം. ശൈശവ വിവാഹവും അങ്ങനെ തന്നെയാണ്. എന്നാൽ പഠിപ്പ് കൂടിയതോടെ വിവാഹപ്രായം കൂടിയെന്നും ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കി. വ്യക്തികളുടെ സ്വകാര്യ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന പ്രസ്ഥാനമല്ല സമസ്തയെന്നും ജനപ്രതിനിധികളുടെ സ്വകാര്യത്തിലേക്ക് കടക്കുന്ന പ്രസ്താവന സമസ്ത നടത്താറില്ല എന്നും മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്തയുടെ നയം ഇതല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാമർശം നടത്തി എന്നതിനെക്കുറിച്ച് നദ്വിയോട് തന്നെ ചോദിക്കണമെന്നും സമസ്ത ആ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും തങ്ങൾ പറഞ്ഞു. സമസ്തയിലെ തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞ മുഷാവറ തീരുമാനിച്ചിട്ടുണ്ട്. അത് എവിടെ വരെ എത്തിയെന്നും മുഷാവറ ചർച്ച ചെയ്യും. തന്നെ സഖാവ് ഉമർ ഫൈസി എന്നാണ് ചിലരൊക്കെ പറയാറുള്ളത്. എന്നാൽ താൻ മന്ത്രിമാർക്ക് അനുകൂലമായി നിൽക്കാറില്ല. സമസ്തയുടെ കാര്യങ്ങൾ പറയുന്നതല്ലാതെ മറ്റൊന്നും പറയാറില്ല. എല്ലാ രാഷ്ട്രീയക്കാരും തനിക്ക് ഒരുപോലെയാണ്. സമസ്തയോട് സഹകരിക്കുന്നവരുമായി സഹകരിക്കും, എതിർക്കുന്നവരെ എതിർക്കും. നദ്വിയെ പുറത്താക്കണമെന്ന അഭിപ്രായമില്ലെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ രൂപത്തിലായത് ശരിയല്ലെന്നും ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കി. നദ്വിയുടെ വിവാദ പരാമർശത്തിനെതിരെ സമസ്ത കേരള ജമയത്തുൽ ഉലമ മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം രംഗത്തെത്തിയിരുന്നു. മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും എതിരായ അധിക്ഷേപം ശരിയായില്ല. പറയുന്ന കാര്യം സത്യസന്ധമായിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ ബഹാവുദ്ദീൻ നദ്വിയുടെ വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധവുമായി CPM രംഗത്ത് വന്നിരുന്നു. പണ്ഡിത വേഷം ധരിച്ച നാറിയാണ് നദ്വി എന്നായിരുന്നു CPM ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഖിൽ അഹമ്മദ് പറഞ്ഞത്. നദ്വിയുടെ വിവാദ പ്രസ്താവനയിൽ മടവൂരിൽ CPM നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലായിരുന്നു ഇത്തരമൊരു പരാമർശം നടത്തിയത്. സമസ്തയിൽ ഒരുപാട് നല്ല പണ്ഡിതന്മാരുണ്ട്. അതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വ്യക്തിയാണ് നദ്വിയെന്നും അഡ്വക്കേറ്റ് അഖിൽ അഹമ്മദ് പറഞ്ഞിരുന്നു. മന്ത്രിമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും അവിഹിത ഭാര്യമാരുണ്ട് എന്ന വിവാദ പരാമർശമാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി നടത്തിയത്. പലർക്കും വൈഫ് ഇൻചാർജുമാരുണ്ടെന്നും ഇത്തരക്കാരാണ് ബഹുഭാര്യത്വത്തെ എതിർക്കുന്നതെന്നുമായിരുന്നു നദ്വി പറഞ്ഞത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു EMS നമ്പൂതിരിപ്പാട്. EMSൻ്റെ അമ്മയുടെ വിവാഹം അവർക്ക് 11 വയസ്സുള്ളപ്പോഴാണ്. ഇത് 21-ാം നൂറ്റാണ്ടാണ്. 20-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണിത്. 11-ാം വയസ്സിൽ വിവാഹിതയായതിൻ്റെ പേരിൽ EMSൻ്റെ മാതാവിനെ ആരെങ്കിലും ഇകഴ്ത്തുകയോ പരിഹസിക്കുകയോ ചെയ്യാറുണ്ടോ? ഇത് EMSൻ്റെ മാതാവിൻ്റെ മാത്രം കാര്യമല്ല, പലരുടെയും കാര്യം ഇതാണ്. പിന്നെ ബഹുഭാര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ മാന്യരായി നടക്കുന്ന മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ഒരു ഭാര്യയും വേറെ ഇൻചാർജ് ഭാര്യയും ഉണ്ടാകും. അതില്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും ഉണ്ടാകില്ല. അവർ സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുകയാണ്. ഇവരാണ് ബഹുഭാര്യത്വം എതിർക്കുന്നത്. ഇങ്ങനെയായിരുന്നു ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവന.